we can discuss what is verification. വെരിഫിക്കേഷൻ എന്താണെന്ന് നോക്കാൻ പോകും ഓഡിറ്റിങ്ങിൽ. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത് എന്താ? ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ കൺസേൺ or to verify the assets and liabilities appearing in the balance sheet of that business. Okay, so verification എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ എൻക്വയറി ഇൻ ടു ഓണർഷിപ്പ്, എക്സിസ്റ്റൻസ്, പൊസഷൻ, classification and verify that assets are free from charge or not. അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് the existence, valuation and ownership of assets as disclosed in the balance sheet. അതായത് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന അസറ്റ്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കുക. ദെൻ ഓണർഷിപ്പ് ഓഫ് അസറ്റ്, അതായത് ബിസിനസ് തന്നെ അവർ തന്നെയാണ് ഓണേഴ്സ് എന്നുള്ളത്, ആരാണ് ഓണേഴ്സ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? വെരിഫിക്കേഷനിൽ വരുന്നത്. അപ്പം വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വെറുതെ വൗച്ചിങ് മാത്രമല്ല, അതായത് ഇവിടെ എന്താ കൺഫർമേഷൻ ഓഫ് ദിയർ എക്സിസ്റ്റൻസ്, അതായത് വെരിഫിക്കേഷൻ ആൻഡ് പ്രൊപ്രൈറ്റി ഓഫ് ദിയർ അക്യൂസിഷൻ ആൻഡ് ഇൻകറൻസ്. അതായത് വെരിഫിക്കേഷനിൽ ഇത്ര മാത്രമേ ചെയ്യുന്നത്. ഓഡിറ്റർ എക്സാമിൻ ദ ആക്യുറസി ഓഫ് അസറ്റ്സ് അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ മെനി ഡെഫിനേഷൻസ് ആർ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അതായത് അക്കോർഡിംഗ് ടു സ്പൈസർ ആൻഡ് പെഗ്ലർ, വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ഇംപ്ലൈസ് എൻക്വയറീസ് ഇൻ ടു ദ വാല്യൂ, ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ, ദെൻ എക്സിസ്റ്റൻസ് ആൻഡ് പൊസഷൻ ആൻഡ് പ്രസൻസ് ഓഫ് എനി ചേഞ്ച് ഓൺ ദി അസറ്റ്സ്. അതായത് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, ആൻഡ് വാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ദിയർ acquisition. So this verification is the process of collecting evidences in respect of an item of asset that it really exists on the given date. അതായത് അസറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക, ആൻഡ് ഇറ്റ് ഈസ് ഓൺ ബൈ ദി ബിസിനസ് കൺസേൺ. ഓണർഷിപ്പ് നോക്കുക. ഇറ്റ് ഈസ് റെക്കോർഡഡ്, ക്ലാസിഫൈഡ് ആൻഡ് പ്രസൻറ്റഡ് അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇറ്റ്സ് വാല്യൂഷൻ ഇസ് അപ്രോപ്രിയേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പോളിസി. ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എനി എൻക്യുംപറൻസ്, അതായത് ചാർജ് ഒന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ എന്താണ് വെരിഫിക്കേഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്? എക്സിസ്റ്റൻസ് നോക്കും, അതായത് അസറ്റ്സ് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദെൻ വാല്യൂഷൻ നടത്തും, അതായത് വാല്യൂഷൻ ഓഫ് അസറ്റ് ആസ് ടു ബാലൻസ് ഷീറ്റ് ഇസ് കറക്റ്റ്. ദെൻ ഓണർഷിപ്പ്, ലീഗൽ ഓണർഷിപ്പ് റെസ്റ്റ് വിത്ത് എ കൺസേൺ. ദെൻ പൊസഷൻ ഓഫ് ദ അസറ്റ്സ് ലൈസ് വിത്ത് എ കൺസേൺ. ചാർജ്, അതായത് അസറ്റ് ഇസ് ഫ്രീ ഫ്രം എനി ചാർജ് ഓർ എൻക്യുംപറൻസസ്. Then use, assets are purchased for the business and balance sheet shows it. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വെരിഫിക്കേഷൻസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വെരിഫിക്കേഷൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, and the first objective is to show correct valuation of assets and liabilities. അതായത് to ascertain whether assets and liabilities have been shown in the balance sheet at their correct value. A valuation should have been made on the principles of accounting. അതായത് കറക്റ്റ് വാല്യൂ തന്നെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അസറ്റിൻ്റെ കാര്യത്തിൽ. Then second, to know whether the balance sheet exhibits a true and fair view of the state of affairs of the business. അതായത് to certify whether the balance sheet exhibits a true and fair financial position. And for this, he has to verify the assets and liabilities. Then next objective is to find out the ownership and ടൈറ്റിൽ ഓഫ് ദ അസറ്റ്സ്. അതായത് ടു വെരിഫൈ ദി ഓണർഷിപ്പ്, അതായത് ഓഡിറ്റർ ക്യാൻ സർട്ടിഫൈ ദ ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ് ബൈ വെരിഫിക്കേഷൻ ഓഫ് ടൈറ്റിൽ ഡീഡ്സ്, എഗ്രിമെൻറ്റ്സ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അതാണ് ഓഡിറ്ററുടെ ഡ്യൂട്ടി അവിടെ, ടു സർട്ടിഫൈ ദ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് ദി അസറ്റ്സ് അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് to find out whether assets were
ഇൻ എക്സിസ്റ്റൻസ്, അതായത് അസറ്റ്സ് എവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ഒരു അസറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫർണിച്ചർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫർണിച്ചർ ബിസിനസ്സിൽ, അതായത് എൻ്റർപ്രൈസിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. സംടൈംസ് അസറ്റ്സ് മേ ബി സോൾഡ്, ഡിസ്കാർഡഡ് ഓർ ഡിസ്ട്രോയിഡ്. അപ്പോൾ ഓഡിറ്റ് ഷുഡ് അസർട്ടൈൻ ദ എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്സ് ബൈ ഫിസിക്കൽ വെരിഫിക്കേഷൻ. Then to detect frauds and errors if any, അത് പിന്നെ ഓഡിറ്റർ ഡ്യൂട്ടി ആണല്ലോ. To find out whether there is an adequate internal control regarding acquisition, utilization and disposal of assets. Then to verify the arithmetical accuracy of accounts and to ensure that assets are being recorded പ്രോപ്പർലി. ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം. ഇത് കൂടാതെ കുറച്ച് എണ്ണങ്ങളും കൂടെ തന്നിട്ടുണ്ട്. അതായത് ഡിപ്രിസിയേഷൻ പോളിസി എങ്ങനെയാണ് നോക്കുക, ദെൻ വാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, പിന്നെ അതേപോലെ പൊസിഷൻ ഓഫ് അസറ്റ്, അതായത് വെരിഫിക്കേഷൻ ഓൾസോ റിവീൽസ് ദ നേച്ചർ ഓഫ് അസറ്റ്, വെദർ ദീസ് അസറ്റ്സ് ആർ ഫ്രീ ഓർ സബ്ജect to encumbrance, etc. Okay, so these are the objectives of verification of assets and liabilities. So next we can discuss what are the techniques of verification. അതായത് ടെക്നിക്സ് ഓഫ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞു ഓണർഷിപ്പ് നോക്കണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം, അതേപോലെ ഫ്രീ ഫ്രം എനി എൻക്യുംപറൻസ്, അതായത് അതിന് നമ്മൾ ചാർജ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെന്തൊക്കെ ടെക്നിക്സ് ആണ് ഓഡിറ്റർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്നിക്സ് പറയുന്ന സമയത്ത് ഫസ്റ്റ് പേഴ്സണൽ ഇൻസ്പെക്ഷൻ, അതായത് ഓഡിറ്റർ ക്യാൻ വെരിഫൈ ദി എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ബൈ ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലോൺ അഗ്രിമെൻറ്റ്, എക്സെട്ര. അപ്പം ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ, അതായത് ഇവർ ആരാണ് ഇതിൻ്റെ ഓണർന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ദെൻ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ലോൺ എടുത്തിട്ടാണ് വാങ്ങി, ലോൺ അഗ്രിമെൻറ്റ് ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടാണ് ഓഡിറ്റർ എന്ത് ചെയ്യാം, അങ്ങനെ പേഴ്സണലി ഇൻസ്പെക്ട് ചെയ്യാൻ പോയിട്ട് വേണമെങ്കിൽ. വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഇൻ ദ ബാലൻസ് ഷീറ്റ്, അതായത് ഓഡിറ്റർ ക്യാൻ വെരിഫൈ വെദർ ഓൾ ഐറ്റംസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് പെർ അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അനദർ ടെക്നിക്ക് ഇസ് അസറ്റ് അണ്ടർ കസ്റ്റഡി, അതായത് അസറ്റ്സ് അണ്ടർ കസ്റ്റഡി എന്ന് പറയുന്നത് ഏതൊക്കെ വരും, ക്യാഷ് ബാലൻസ്, ഇൻവെൻറ്ററി ഒക്കെ വരും. ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ബൈ ഫിസിക്കൽ ചെക്കിങ്, കൗണ്ടിങ്, മെഷറിങ്, എക്സെട്ര. ദെൻ വാല്യൂഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓഡിറ്റർ ക്യാൻ ചെക്ക് ദ ബേസിസ് ഓഫ് വാല്യൂഷൻ ഓഫ് അസറ്റ് ലൈക്ക് കോസ്റ്റ് പ്രൈസ്, അതേമാതിരി കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് സം വാല്യൂഷൻ ടെക്നിക്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്. ദെൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കും, അതായത് ഓഡിറ്റർ ക്യാൻ സീക്ക് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് റിഗാർഡിംഗ് വാല്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, എക്സെട്ര. Then checking authority. Another technique is checking authority. അതായത് auditor can ascertain the authority for purchasing, transferring and disposing of assets, keeping standby equipments, discarded assets, etc. Then last one, confirmation ആണ്. Auditor can obtain confirmation of third parties of for assets like debtors or liabilities like loans. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി, ഇപ്പോൾ ലോൺ എടുത്തിട്ടുണ്ട് ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് കൺഫേം ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും അസറ്റ് എന്താ പറയുക, ഡെറ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. സോ ദിസ് ഇസ് കൺഫർമേഷൻ ഇസ് അനദർ ടെക്നിക് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്. ക്ലിയർ ആണോ ടെക്നിക്സ് ഓഫ് വെരിഫിക്കേഷൻ? നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഈ അക്കൗണ്ട്സ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചിട്ട് വൗച്ചേഴ്സായിട്ട് വെരിഫൈ ചെയ്യുന്നതിനെയാണ് വൗച്ച് ചെയ്യുക എന്ന് പറയാം. നേരെ മറിച്ചിട്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെരിഫിക്കേഷനിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്, വെദർ ദ അസറ്റ്സ് ആർ ഇൻ എക്സിസ്റ്റൻസ്, അതേമാതിരി ഓണർ ആരാണ്, പൊസിഷനിൽ ഉണ്ടോ, ഇപ്പോൾ കയ്യിലുണ്ടോ അസറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ ഡിഫറൻസസ് നോക്കാം. വൗച്ചിങ് ഈസ് എക്സാമിനേഷൻ ഓഫ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് ഡോക്യുമെൻ്ററി എവിഡൻസസ്. അതായത് വൗച്ചിങ് ഇസ് ബേസ്ഡ് ഓൺ ഡോക്യുമെൻ്ററി എവിഡൻസ്, വെറാസ് വെരിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ physical inspection as well as documentary examination. മനസ്സിലായല്ലോ? Then second point, vouching relates the checking entries of financial transactions. അതായത് വൗച്ചിങ്ങിൽ എന്താ ചെയ്യുന്നത്, എക്സാമിൻസ് എൻട്രീസ് റിലേറ്റിംഗ് ടു ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വെറാസ് വെരിഫിക്കേഷൻ എക്സാമിൻസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ്.
ദെൻ ഒബ്ജക്റ്റ് ഓഫ് വൗച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ടു ചെക്ക് ദ അരിത്മെറ്റിക് ആക്യുറസി ആൻഡ് അതോറിറ്റി ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. നേരെ മറിച്ച് വെരിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? To help the auditor to satisfy himself that the items disclosed in the balance sheet really exist and also report that the balance sheet disclosed true and fair view of financial position. Then another difference is vouching എന്ന് പറഞ്ഞാൽ it is done by examining documentary evidences like vouchers etc. Verification is done by inspection, observation, valuation, confirmation etc. Techniques ഇപ്പോൾ പറഞ്ഞല്ലോ. Then vouching may be carried out at any time എന്നാണ് പറയുന്നത്. Verification is done periodically after preparing balance sheet. Then vouching may be carried out by the audit staff, whereas verification is done by the auditor himself as it requires more amount of skill and എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയും ഡിഫറൻസസ് വരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ദ സ്കോപ്പ് ഓഫ് വൗച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വൈഡ്. നേരെ മറിച്ചിട്ട് വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താ? കൺഫർമേഷൻ ഓഫ് എൻ ഐറ്റം അപ്പിയറിങ് ഇൻ ദി, അതായത് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് എൻ ഐറ്റം അപ്പിയറിങ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. വൗച്ചിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് വാല്യുവേഷൻ വെറാസ് വെരിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് വാല്യുവേഷൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങാണ്ട് നിങ്ങൾക്ക് ഡിഫറൻസസ് എഴുതാം. ഓക്കെ. ഇനി വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ ആസ് റിഗാർഡ്സ് വെരിഫിക്കേഷൻ നോക്കാം. അപ്പോൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ്? അതായത് ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു പ്രൊവൈഡ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെദർ ദേ റിഫ്ലെക്റ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ നോട്ട്. He has to fairly ascertain and examine the correctness of assets and liabilities appearing in the balance sheet. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത് നോക്കാം. ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് അസെറ്റ്സ് ബൈ എക്സാമിനിങ് ടൈറ്റിൽ ഡീഡ്, അഗ്രിമെൻറ്റ് എക്സെട്ര. ഇപ്പോൾ ടൈറ്റിൽ ഡീഡിൽ ഇഫ് ദ ടൈറ്റിൽ ഡീഡ് ഇസ് ഇൻ ദ പൊസഷൻ ഓഫ് എ തേർഡ് പാർട്ടി, ഇപ്പോൾ ബാങ്കിൽ നിന്ന് കടെടുത്താണ്, ചിലപ്പം ലോണൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. കൺഫർമേഷൻ ഷുഡ് ബി ഒബ്റ്റെയിൻ ഫ്രം ബാങ്ക്. ഓക്കെ. Then second one is auditor should ascertain whether the assets are subject to any charge. അതായത് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ ഈ അസറ്റിന് എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഇഫ് സോ ചെക്ക് വെദർ ദ ഫാക്ട് ഇസ് ഇനാഡിക്വേറ്റ്ലി, അതായത് ഇറ്റ് ഇസ് ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. അതായത് മോഡ്ഗേജ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. Then next another duty is he should ensure the existence of assets by inspection, physical verification etc. Ensuring existence of assets. Then he should satisfy himself that the assets are acquired for the purpose of business and actually used in the business. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് അസറ്റ് വാങ്ങിയത്? ബിസിനസ് ആവശ്യത്തിനാണ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഇൻ ദ ബിസിനസ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. Then he should check whether acquisition, transfer or disposal of asset is authorized by responsible persons. An auditor should see that assets are properly classified. അതായത് ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കണം ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. Then he should also verify the valuation of assets and ensure that assets are valued according to accepted accounting principles and policies. Then he should see that there are no unrecorded assets in the business. റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒറ്റ അസറ്റും ഇല്ല എന്നുള്ളത്, അതായത് ഓൾ അസറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് ഉറപ്പ് വരുത്തുക. An auditor should check whether all liabilities are classified appropriately and disclosed in the balance sheet, including contingent liabilities. And he should also see that all liabilities disclosed in the balance sheet are valued according to accepted accounting principles and that there is no understatement or overstatement of liabilities. Okay.